അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പട്ടാമ്പി നേർച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന പട്ടാമ്പി പൂരം അരങ്ങേറിയിരിക്കുകയാണ്. നേർച്ച എന്ന് പറയുന്നത് അത് പൂർണ്ണമായും മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രവൃത്തികളുമായി നടത്തേണ്ടതാണ്. എന്നാൽ അത്തരം നേർച്ചകൾ ബിദ്അത്തുകാരുടെയോ പുത്തൻവാദക്കാരുടെയോ ഒക്കെ സമ്മർദ്ദത്തിന് വിധേയമായി ഇതിനെ നശിപ്പിക്കുവാനും ഇതിനെ മലിനമാക്കാനും വേണ്ടി വിവരദോഷികളായ കുറേ ആളുകൾ നേർച്ചയുടെ പേര് വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പൂരം സംഘടിപ്പിക്കുന്നതായി ഈ അധുനാതന കാലത്ത് വളരെ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാ ക്ലബ്ബുകാരും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ കാരണവന്മാരും സഹകരിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പലയിടത്തും കാണുന്നത്. ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ പല നിലത്തും സംസ്ഥാനത്ത് ഭീമാപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലും മറ്റൊക്കെ നടക്കാറുണ്ട്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഔലിയാക്കന്മാരുടെ മസാറുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ആണ്ടിനോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള പൂരങ്ങൾ നടത്തുന്നതിൽ ഈ സമുദായം തന്നെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നതാണ് സംശയം. പട്ടാമ്പി നേർച്ച എന്ന് പറയുന്ന ഈ ഉത്സവത്തിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നേർച്ച കമ്മിറ്റിക്ക് അതുമായി ബന്ധമില്ല എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. അല്ലാഹു ആലം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പട്ടാമ്പി മസാറിൻ്റെ പേരിൽ അവിടുത്തെ ഔലിയാൻ്റെ പേരിൽ ഒലിയിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു പൂരം നടത്തുന്നത് ആ മഹാൻ്റെ കുരുത്തക്കേട് കെട്ടാൻ ആ നാട്ടുകാർക്കൊക്കെ സഹായകമാകും, അല്ലെങ്കിൽ അതിനെ എതിർക്കാത്തവർക്കൊക്കെ കാരണമാകും എന്നത് അവർ തിരിച്ചറിയേണ്ടി വരും. ഒരുപാട് കാലമായി ഞങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഇതുവരെയും കുരുത്തക്കേട് തട്ടിട്ടില്ലല്ലോ എന്നാണ് ചിലർ വിലയിരുത്തുന്നത്. എങ്കിൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ, അവരുടെ കാര്യങ്ങളിൽ, രോഗങ്ങളിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളും മറ്റുമൊക്കെ വിലയിരുത്തിയാൽ എല്ലാവർക്കും അറിയാം. ഇത് ഈ പട്ടാമ്പിക്കാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്. ഇങ്ങനെ ദീനിൻ്റെ പേരിൽ പൂരം നടത്തുന്ന ആളുകൾ അവരെല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. പട്ടാമ്പി നേർച്ചയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ മറ്റ് പൂരമായി പിന്നീട് കലാശിക്കാറുള്ള നേർച്ചകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അന്വേഷിക്കുമ്പോൾ അവർ പറയാറുള്ളത്, നേർച്ചയുടെ യഥാർത്ഥ കമ്മിറ്റി നേർച്ച ഇസ്ലാമികമായി അനുവദിച്ച കാര്യങ്ങൾ എന്താണ്, ആ മഹാൻ്റെ മദ്ഹ് പറയുക, അതുപോലെ മൗലിദ് ഓതുക, അന്നദാനം നടത്തുക തുടങ്ങിയ നല്ല കാര്യങ്ങളാണ് കമ്മിറ്റി ചെയ്യാറുള്ളത്. പക്ഷേ അതിൻ്റെ പേരിൽ മുതലെടുത്തുകൊണ്ട് ക്ലബ്ബുകാരും നാട്ടുകാരും കാരണവന്മാരും കുറേ രാഷ്ട്രീയക്കാരും അതുപോലെ ഓരോ തന്നിഷ്ടത്തിന് നടക്കുന്ന ചെറുപ്പക്കാരും മറ്റുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരതിനെ ഒരു ദേശീയ ഉത്സവം പോലെ ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് ചെയ്യാറുള്ളത്. അതിന് യഥാർത്ഥ നേർച്ചയുമായി ബന്ധമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ വലിയിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു നേർച്ച നടത്തുന്നതിനെതിരെ ആ കമ്മിറ്റി അതിന് പരാതിപ്പെട്ടുകൊണ്ട് ഈ വലിയിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഉത്സവം നടത്താൻ പാടില്ല എന്ന് പെറ്റീഷൻ കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അവർ കൊടുത്തോ കൊടുത്തില്ല എന്നറിയില്ല. ഏതായാലും അവർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ഒരു നാട്ടിലൊരു വലിയിൻ്റെ പേരിൽ നടത്തുന്ന നേർച്ചയെ പൂരമാക്കി മാറ്റുമ്പോൾ അത് കണ്ടില്ലെന്ന് നടച്ചുകൊണ്ട് അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെതിരെ നീങ്ങാതിരിക്കുന്നത് യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശരിയായ കാഴ്ചപ്പാടല്ല. ഇതിനൊക്കെ പ്രോത്സാഹനം നൽകുന്നത് നേർച്ചകളെയും മക്ബറകളെ സിയാറത്ത് ചെയ്യുന്നതിനെയൊക്കെ എതിർക്കുന്ന പുത്തൻവാദികളാണ്. അവർ ഉള്ളിലൂടെ യുവാക്കളെയും മറ്റൊക്കെ ഇളക്കിവിട്ട് ഇങ്ങനെയുള്ള ഈ നല്ല കാര്യത്തെ നിർത്തൽ ചെയ്യാൻ വേണ്ടി ഇതിനെ മലിനമാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മക്ബറ കമ്മിറ്റി വളരെ ഉത്തരവാദിത്തത്തോടു കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. ഇനി അവരും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്നതെങ്കിൽ മതനിന്ദയായിട്ട് മാത്രമേ, ആ കമ്മിറ്റിയുടെ മതത്തിനെ നിന്ദിക്കുന്ന പ്രവൃത്തിയായിട്ട് മാത്രമേ അത് കാണാൻ കഴിയുകയുള്ളൂ. എന്തൊക്കെ പേക്കൂത്തുകളാണ് ഈ നേർച്ചയുടെ പേരിൽ നടക്കുന്നത് എന്ന് നമുക്ക് ഈ പട്ടാമ്പിയിലെ ഈ ഉത്സവം തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും.
ഇനി കുറച്ച് കളർ മാറ്റിയ കളി കാണാം. ഡ്രസ് ചേഞ്ചിങ്ങിലുള്ള മറ്റൊരു അഭ്യാസം. ഇനി കുറച്ച് ചെണ്ടമുട്ട് ആസ്വദിക്കാം. എല്ലാത്തിൻ്റെയും ചേരുവ വേണമല്ലോ, നേർച്ചയല്ലേ. അടുത്തത് കുറച്ച് ആൺനൃത്തം ആയിക്കൊള്ളട്ടെ. ഇതും വേണം ചേരുവക്ക്. വനിതകൾ മാത്രം അണിനിരന്നാൽ പറ്റില്ല. ഇനി കുറച്ച് ലങ്കിക്കളി ആവാം. ചെറുപ്പക്കാർ നല്ല ഡ്രസ്സിട്ട് അണിഞ്ഞുകൊണ്ട് ലംഘുന്ന തരത്തിലുള്ള ഡ്രസ്സ് അണിഞ്ഞുകൊണ്ടുള്ള കളി. ഏതൊക്കെ കലാവിഭവങ്ങളുണ്ടോ അതെല്ലാം ഈ പൂരത്തിൽ അണിനിരത്തിയിട്ടുണ്ട് എന്നാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നത്. കുറച്ച് കുഴലൂത്തുകൾ കൂടി കണ്ടാലേ നമ്മുടെ ഈ പൂരം കെങ്കേമമാവുകയുള്ളൂ. ആ ദൃശ്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആ പൂരത്തിൽ അരങ്ങേറിയ ഏതാനും ദൃശ്യങ്ങൾ മാത്രമാണ് നാം ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനിയും ഐറ്റംസ് ഒരുപാടുണ്ട്. അതിനൊക്കെ നമ്മൾക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് സാമ്പിളിന് ഇത് മതി എന്ന് വിചാരിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ മതപരമായി അനുവദിക്കപ്പെട്ട എന്ത് കാര്യങ്ങളാണ് നമ്മളിതിൽ കാണുന്നത്? ഒരു മഹാൻ്റെ പേരിൽ നടത്തപ്പെടുന്ന ഈ ആണ്ട് മഹാന്മാരെ അനുസരിച്ചുകൊണ്ട് അവരുടെ മഹത്വം പറഞ്ഞുകൊണ്ട് അവർക്ക് ദുആ ചെയ്തുകൊണ്ട് അവരുടെ പേരിൽ അന്നദാനം നടത്തിക്കൊണ്ട് അനുസ്മരിച്ചുകൊണ്ടൊക്കെ നടത്തേണ്ട ഈ പരിപാടി അവരുടെ എല്ലാവിധ തൃപ്തിക്കും എതിരാകുന്ന രീതിയിൽ അവരിവിടെ തമ്മാടികളായി ജീവിച്ചു എന്നെങ്ങാനും തോന്നിപ്പോകും ഇത് കണ്ടാൽ. കാരണം ഓരോരുത്തരെയും മക്കബറയിൽ നടക്കുന്ന കാര്യങ്ങൾ ആ മക്കബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളോട് ആശ്രയിച്ചിരിക്കണമല്ലോ. അപ്പോൾ ആ മക്കബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആൾ ഇങ്ങനെയുള്ള അനാചാരത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്ന് ജനങ്ങൾക്ക് തോന്നുമാർ വിധത്തിലാണ് ഇന്ന് ഇവിടെയൊക്കെ പൂരങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂരമാക്കി മാറ്റിയിട്ട് നേർച്ചയെ ദൂഷ്യപ്പെടുത്താൻ വേണ്ടി ബിദ്അത്തുകാർ കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടെങ്കിലും ഉത്തരവാദിത്ത ബോധമുള്ള നിസ്കാരത്താമ്പുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം. ചില ആളുകൾക്കൊക്കെ അവരുടെ നാടുകളിലുള്ള ഒരു ദേശീയ ഉത്സവമാണ്, ഒരു കൊല്ലത്തിൽ ഒരു വട്ടേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് നാട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വലിയ മഹാസംഗമമാണല്ലോ. അതുകൊണ്ട് ഇതിനെ എതിർക്കാൻ കഴിയില്ല. അത് നമുക്ക് നാട്ടുകാരൊക്കെ ഒന്ന് കാണാനും കൊല്ലത്തിലൊരിക്കൽ മാത്രം കാണാൻ പറ്റുന്നൊക്കെ സാഹചര്യമാണല്ലോ എന്നൊക്കെയുള്ള ചില പാർശ്വ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ അടിസ്ഥാന തത്വമാകുന്ന മതവിരുദ്ധതയെ അവർ വളരെയധികം ലോലമായി അവതരിപ്പിക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത് വളരെ കഷ്ടമായ കാര്യമാണ്. പൂരമാക്കി നേർച്ച നടത്തുന്നതിനെതിരെ ഈമാനിക ബോധമുള്ളവർ മുഴുവനും രംഗത്ത് വരൽ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ആ മഹാന്മാരുടെ ഗുരുത്തക്കേടായിരിക്കും അവർക്ക് സംഭവിക്കുക.
എന്നാൽ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർ അവർ കുടുംബത്തിലേക്കൊക്കെ ചിന്തിക്കട്ടെ. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും രോഗപ്രശ്നങ്ങളിലേക്കൊക്കെ ചിന്തിച്ചാൽ കുരുത്തക്കേട് ഇങ്ങനെ കൊലകൊലയായിട്ട് പെട്ടെന്ന് ഇറങ്ങണമെന്നില്ല. ഓരോരുത്തർക്കുള്ള റഹ്മത്തും ബറക്കത്തൊക്കെ നീക്കം ചെയ്യപ്പെടൽ തന്നെയാണ് ഗുരുത്തക്കേട് എന്ന് പറയുന്നത്. അത്തരം ആഘോഷക്കാരൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയും. നാട്ടിലുള്ള അനുസരണമില്ലാത്ത യുക്തിവാദികൾ കൊണ്ടു നടക്കുന്നത് പോലുള്ള ക്ലബ്ബുകൾ, തമ്മാടിക്കൂട്ടങ്ങൾ, അവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയുള്ള പൂര കമ്മിറ്റി ഉണ്ടാക്കുക. എന്നിട്ട് അവർ പൂരം, പട്ടാമ്പി പൂരം എന്ന് പറഞ്ഞുകൊണ്ട് മക്കബറയുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു പൂരം നടത്തിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു വലിയൻ്റെ പേരിൽ ആ വലിയന് ഇഷ്ടപ്പെടാത്ത ഇത്തരത്തിലുള്ള തമ്മാടിത്തങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾക്ക് എതിർക്കേണ്ടി വരുന്നത്. ഉമറാക്കൾ വളരെ വ്യക്തമായും ജാഗ്രത പാലിക്കണം. കാരണം ഈ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാരെ ഉമറാക്കൾ അവരുടെ കൈകളിലാണ്. മതപണ്ഡിതന്മാർ പറഞ്ഞാൽ തന്നെയും അവരുടെ വാക്കിന് വിലയില്ല, അവരുടെ പ്രഭാഷണത്തിന് വിലയില്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെയുള്ള പൂരങ്ങൾക്ക് വഴല് പറഞ്ഞു കൊടുക്കുന്ന ചില മോഡേൺ തട്ടമൗലവിമാരുമുണ്ട്. അവരെയും നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുമാണ്. പണ്ഡിതന്മാർ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പലപ്പോഴും ഉണർത്താറുണ്ട്. ഇതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു ആചാരമാകുന്ന നേർച്ചയെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഈ നേർച്ച ഇങ്ങനെയുള്ള ഉത്സവമാണ് എന്ന് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആ ശരിക്ക് നടക്കുന്ന നേർച്ചകളെ നിർത്തൽ ചെയ്യാൻ വേണ്ടിയും ബിദ്അത്തുകാർ പറ്റിക്കുന്ന പണിയുടെ ആ കുതന്ത്രത്തിൽപ്പെട്ട് ചെറുപ്പക്കാരൊക്കെ പെട്ടുപോവുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആനയും അമ്പാരിയും പേക്കൂത്തും ഒക്കെ നടത്തിക്കൊണ്ടാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയൊക്കെ നേർച്ചകൾ നടക്കുന്നത്. നേർച്ച എന്നതിനെക്കുറിച്ച് പേര് പറയുന്നത് തന്നെ അനാദരിക്കലാണ്. ശരിക്കും പൂരം എന്ന് പറയണം. പക്ഷെ നമുക്കുള്ള പരാതി ആ ഒലിയിൻ്റെ പേരിൽ അതിൻ്റെ ആണ്ടിനോടനുബന്ധിച്ച് നടത്തുന്നതിനെ തടയുക തന്നെ വേണം. പട്ടാമ്പിക്കാർക്കോ തിരുവനന്തപുരത്തുകാർക്കോ ഇങ്ങനെയുള്ളൊരു പൂരം വേണമെങ്കിൽ അവർക്ക് വേറൊരു ഡേറ്റിലോ വേറെ സമയത്തോ നിശ്ചയിക്കാമല്ലോ. അത് ഈ വലിയൻ്റെ മക്കബറ ചുറ്റിപ്പറ്റി തന്നെ ആവണമെന്നുള്ളത് വാശി പിടിക്കുന്നത് അത് മതത്തിനോടുള്ള കയ്യേറ്റമാണ് എന്നാണ് ഇവരൊക്കെ ഉണർത്താനുള്ളത്. ഇതുപോലെയുള്ള ഒരു ആഘോഷം പോലെയാണ് ഒരു പൂരം പുതിയങ്ങാടി, തിരൂരിനടുത്ത പുതിയങ്ങാടിയിലും കുറേ കാലം നടന്നിരുന്നത്. അവിടെയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള പല ചെറുപ്പക്കാരും അതിനെതിരെ പല മുസ്ലിം സംഘടനകളും രംഗത്ത് വന്നപ്പോൾ അത് തൽക്കാലം നിർത്തിവെച്ചുവെങ്കിലും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ഒരു MLA ആയിരുന്നു പിന്നീട് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയതായി രംഗത്ത് വന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ രക്ഷാധികാരിയായി വന്നിട്ട് ചെറുപ്പക്കാരുടെ ആഗ്രഹമനുസരിച്ച് മുമ്പൊക്കെ നടന്നതുപോലെ യാഹൂൻ തങ്ങൾ പാപ്പായുടെ അനുസ്മരണമായി നടത്തുന്ന നേർച്ചയെയും ഉത്സവമാക്കി മാറ്റണമെന്ന്, അഥവാ ഇടയ്ക്ക് ഉത്സവം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട്, നാട്ടിലെ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ആ നിർത്തിവെച്ചത് വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് അവിടെ തന്നെ മുസ്ലിം നാമത്തിലുള്ള ഒരു MLA ആയിരുന്നു എന്നത് നമ്മളിവിടെ ഓർക്കൽ അനിവാര്യമാണ്. ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഔലിയാക്കന്മാരുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുവാൻ മുസ്ലിം നാമത്തിലുള്ള വലിയ വലിയ ആളുകൾ തന്നെ ശ്രമിക്കുമ്പോൾ ശക്തമായും അതിനെതിരെ മതബോധമുള്ളവർ നീങ്ങൽ അത്യാവശ്യമാണ്. അല്ലാതിരുന്നാൽ ഇതൊക്കെ ഭാവിയിൽ വലിയ ഉത്സവങ്ങളായി ആ മഹാന്മാരുടെ എല്ലാവിധ ഗുരുത്തക്കേടുകൾക്കും നാടൊന്നാകെ വിധേയമാകും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള നേർച്ചകൾ എന്ന പേരിൽ നടത്തപ്പെടുന്ന പൂരങ്ങൾക്കെതിരെ മതബോധമുള്ള ആളുകൾ ശബ്ദിച്ചുകൊണ്ട് അത് നിർത്തൽ ചെയ്യുമ്പോൾ അതിനെതിരെ കേസും കൂട്ടവുമായാണ് അവിടെയൊക്കെ പുതിയങ്ങാടിയിലൊക്കെ ആളുകൾ വന്നിരുന്നത്. പ്രതിഷേധിക്കാൻ പോലും അവകാശമില്ല മതത്തിൻ്റെ നിയമങ്ങളിൽ ഒതുങ്ങുന്നതുകൊണ്ട്. കാരണം മതത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്നത് മതത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ ശരിയായതായിരിക്കണമല്ലോ. അത് ശരിയല്ലാത്തതുകൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞ് പെറ്റീഷനോ പരാതിയോ ഒക്കെ കൊടുക്കുന്ന ആളുകളെ പ്രതിഷേധിച്ചും അവർക്കെതിരെ അക്രമം നടത്തിയും അവരെ നിഷ്പ്രഭമാക്കാനും നിശബ്ദമാക്കാനുമുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിങ്ങളാണ് എങ്കിൽ ഇസ്ലാമിൻ്റെ പൂർണ്ണമായ മാതൃക പാലിക്കണം. ജീവിതത്തിൽ ഉടനീളം ഇസ്ലാമായിരിക്കണം. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി നിങ്ങൾ ഇസ്ലാമിൽ കടക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അല്ലാതെ മുമ്പ് കാലത്തൊക്കെ കുറേ ആളുകൾ രാഷ്ട്രീയത്തിലിറങ്ങിയാൽ ഗീബത്തും നമീമത്തും സജീവമായി പറയും. അതേസമയം പള്ളിയിലേക്ക് പോയി നിസ്കാരത്തായം ഉണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചാൽ ഇത് രാഷ്ട്രീയ വേസിലാണ് എന്ന് അവർ പറയാറുണ്ട്. എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിൽ ഏത് പച്ചക്കളവും പറയാം, എന്തും ചെയ്യാം എന്നുള്ള ഒരു മനോഭാവമാണ്. എന്നതുപോലെ രാഷ്ട്രീയ രംഗത്ത് ഇസ്ലാം മാറ്റിവെക്കുക, മതരംഗത്ത് മതപരമായ ചടങ്ങുകളിൽ മാത്രം ഇസ്ലാം പുലർത്തുക എന്ന ഒരു എട്ടത്താപ്പും ശരിയല്ല. പക്ഷെ നേർച്ചയിൽ ഒരു നിലക്കും ഇസ്ലാം പുലർത്തുന്നില്ല. ഭൗതിക രംഗത്തുമില്ല, മറ്റ് ആത്മീയ രംഗത്തുമില്ല.
ഈ രീതി നമ്മൾ മാറ്റണം. പൂർണ്ണമായി ഉത്തമ സമുദായമായ മുസ്ലിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് കടക്കണം. അവൻ്റെ ഓരോ 24 മണിക്കൂറിലെ സെക്കൻഡും ഒന്നിരിക്കൽ ഇസ്ലാം പറഞ്ഞ ഏതെങ്കിലും ഒരു നിയമത്തിൽപ്പെടും. അവൻ്റെ സമയം ചെലവഴിക്കുന്നത് ഹറാമായിരിക്കാം, ഹലാലായിരിക്കാം, വാജിബായിരിക്കാം, സുന്നത്തായിരിക്കാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വകുപ്പിലാണ് മനുഷ്യൻ്റെ പ്രവൃത്തികളും വാക്കുകളും ചെയ്തികളും ഒക്കെ പെടുക. അതുകൊണ്ട് നാളെ മഹ്ശറിൽ ഹിസാബ് എടുക്കുമ്പോൾ 2 കിതാബൊന്നും ഉണ്ടാവില്ല. ഇത് രാഷ്ട്രീയ വയസ്സ്, അല്ലെങ്കിൽ ഇത് ഭൗതിക വയസ്സ്, ഇത് പൂര വയസ്സ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് മതബോധമുള്ളവർ ഉണരുക, അവർ ദീനിലേക്ക് തിരിച്ചു വരിക, ദീനിൻ്റെ കർമ്മങ്ങളിലേക്ക് വരിക, വിശ്വാസം ഉറപ്പിക്കുക. ഇതില്ലെങ്കിൽ നമ്മുടെ മഹാബത്വം പൗരത്വം ഒക്കെ ഇവിടെ നടപ്പിലാക്കി നമ്മൾ പീഡിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ കാറ്റ് പോയി എന്നാണ് ഖുർആൻ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരെ കുറിച്ച് പറഞ്ഞത്. ഒത്തദ്ഹബ റീഹുക്കും, നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു റീഹും വാസനയും മഹാബത്തും പവിത്രതയും ആത്മീയതയുമൊക്കെ ജനങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങളെ സൂക്ഷിച്ചിരുന്നു, നിങ്ങളെ പേടിച്ചിരുന്നു. അതൊക്കെ മാറ്റിവെച്ചു നിങ്ങൾ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾക്ക് അടിമപ്പെട്ട് ഉത്തമ സമുദായം ഏറ്റവും നാറിയ സമുദായമായി മാറുന്ന ഒരു ഗതികേട് കണ്ടപ്പോൾ മറ്റുള്ളവരൊക്കെ നമ്മളെ തെറ്റിദ്ധരിക്കുകയും നമ്മളെ തമ്മാടികളായി മനസ്സിലാക്കുകയും നമ്മളെപ്പോലെ തന്നെയാണ് അവരെന്ന് മനസ്സിലാക്കി അവർക്ക് നേരത്തെ കൊടുത്തിരുന്ന സ്ഥാനങ്ങളും മാനങ്ങളും ഒന്നും കൊടുക്കാതെ ഈ സമുദായത്തെ അവഹേളിക്കാനുള്ള അവസരം മറ്റ് സമുദായങ്ങൾക്ക് പോലും നമ്മൾ നൽകുകയാണ് എന്ന തിരിച്ചറിവ് ഇസ്ലാമിക സമൂഹത്തിലുള്ളവർ മനസ്സിലാക്കണമെന്നാണ് ഇത്തരുണത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, നേർച്ചകൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മതത്തിൻ്റെ സീമകളിൽ അധിഷ്ഠിതമായും അനാചാരമുക്തമായി നടത്താനുള്ള തൗഫീക്ക് നൽകട്ടെ. വസ്തുതകൾ മനസ്സിലാക്കിയിട്ടും എന്തിൻ്റെയൊക്കെയോ പേരിൽ ഈ മതപരമായ ചടങ്ങിനെ ഒരു ഭൗതികമായ ഉത്സവ പ്രതീതിയോടുകൂടെ പേക്കൂത്തിൻ്റെ മാമാങ്കമായി നടത്തുന്നതിൽ നിന്ന് അള്ളാഹു ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. കാര്യം മനസ്സിലാക്കാത്ത മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ വസ്തുത മനസ്സിലാക്കി കൊടുത്ത് പൂർണ്ണമായി ഇസ്ലാമിക ജീവിതം നയിക്കാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.